പോയത്. ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഇങ്ങനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ കുരുതിക്ക് കൊടുക്കുന്നത്. എന്തിനാ? ഇവർക്ക് കുറച്ചു പേരെ മാത്രമേ സ്റ്റേറ്റിൽ എത്തിക്കേണ്ട ആവശ്യമുള്ളൂ. അവരെ വെച്ചിട്ട് കലോത്സവം നടത്തിയാൽ പോരെ? ഞാൻ കഴിഞ്ഞ പറഞ്ഞ സ്റ്റേറ്റിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും മത്സരിച്ചതാണ്. വക്കീലിന് പൈസ, അതുപോലെ ഫോം ഫിൽ ചെയ്യുന്നതിന് പൈസ. ഇനി അപ്പീലിന് അഥവാ കോർട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റിന് വന്നിട്ട് വേറെ 10,000 കെട്ടി വെക്കണം, എന്നാലേ അവസരം തരുള്ളൂ. ഇനി കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പൈസയും പോയി. അത് മനഃപൂർവ്വം കവർ ചെയ്യാതെ ഇപ്പോൾ കലോത്സവ വേദി തന്നെ ഒരു കച്ചവടം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി നല്ല രീതിയിലൊക്കെ അഭിനയിക്കുന്ന ഒരു കുട്ടിയൊക്കെയാണ്. അതായത് മൊണോക്ടൊക്കെ നല്ല രീതിയിലൊക്കെ കാണിക്കുന്നതാണ്. ഈ കുട്ടിയുടെ ഉള്ളിലുള്ള വിഷമാണെന്നത് കണ്ടാൽ തന്നെ അറിയാം. ഇത് ഉള്ളു പൊട്ടിയിട്ടാണ് ആ പാവം കിടന്ന് കരയണത്. രാപ്പകല പ്രാക്ടീസ് ചെയ്ത് ഒന്ന് ഓർക്കുക, കുട്ടിയെ ഒന്ന് ഓർക്കുക. ഇതുപോലൊരു കലോത്സവ വേദിയിൽ കയറി ചെന്ന് പൊട്ടിക്കരഞ്ഞൊരു ആളുണ്ട്. കുറച്ച് കാലം പിന്നോട്ടേക്ക് പോവുക. അവിടെ വെളുത്തിട്ട് സുന്ദരിയായൊരു പെൺകുട്ടിക്ക് 1ാം സ്ഥാനം കിട്ടി. എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞൊരു പെൺകുട്ടിയെ ഓർത്ത് വയ്ക്കുക. അന്ന് കറുത്ത് മെലിഞ്ഞുള്ള ആ പെൺകുട്ടി ഇന്ന് ഇതുപോലെ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 1ാം സമ്മാനം ചെയ്യുന്ന സിനിമാ ആർട്ടിസ്റ്റായിട്ടുള്ള ആ കുട്ടി കാറിൽ കയറി ചിരിച്ചുകൊണ്ട് കാറിൽ കയറി പോകുന്ന രംഗങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ ആ കണ്ണീരിൻ്റെ ഫലമാണെന്ന് അറിയില്ല. അടുത്ത കലോത്സവ വേദിയിലും കണ്ട് ഫസ്റ്റ് പ്രൈസ് മേടിച്ചതാണ് അറിവ്. പക്ഷെ അതൊക്കെ പോട്ടെ, അത് കൃത്യമായിട്ട് അറിവില്ലെങ്കിൽ പോലും വർഷങ്ങൾ കഴിഞ്ഞ് ആ കരഞ്ഞ പെൺകുട്ടി സിനിമയുടെ മുൻനിരയിലെത്തുകയും മറ്റേ ആ സമ്മാനം കിട്ടിയ പെൺകുട്ടി സിനിമയിൽ നിന്ന് പയ്യെ പയ്യെ സീരിയലിൽ ഒതുങ്ങുകയും ചെയ്തു. അന്ന് ആ കരഞ്ഞ് ബഹളം വെച്ചത് മറ്റേ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കുട്ടിയെ പോലെ നെഞ്ചുപൊട്ടി കരഞ്ഞൊരു വ്യക്തി സാക്ഷാൽ നവ്യ നായരാണ്. അതെ, നവ്യ നായർ. ഇതേപോലെ കാലം എവിടെയെങ്കിലും നമ്മളിലൊരു അവസരങ്ങൾ, അതിനെ കലോത്സവക്കാരെ ഇരട്ടിയുള്ള അവസരങ്ങൾ നമുക്ക് തരും. ഇനി ഈ കുട്ടിയുടെ പെർഫോമൻസ്, ഈ കുട്ടിയുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞപ്പോൾ കലോത്സവ വേദിയിൽ മത്സരിച്ച ഒരു പെർഫോമൻസ് ഉണ്ട്. അതൊന്ന് കണ്ടു നോക്കുക.